പുറത്ത് ഇന്നലെ നല്ല മഴ ഉണ്ടായിരുന്നു. പിന്നെ അത് കണ്ടപ്പോൾ പുറത്തൊന്ന് പോയി നോക്കി. നന്നൂന് പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഒന്ന് പുറത്ത് കൊണ്ടായിട്ട് പോയി നോക്കണം. അപ്പോൾ അന്ന് ഞങ്ങളൊന്ന് സ്വീറ്റ് കോൺ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സ്വീറ്റ് കോൺ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നുണ്ടാവും. എന്നാലും ഞാൻ ഉണ്ടാക്കുന്നതൊന്ന് വീഡിയോ ജസ്റ്റ് ഒന്ന് വിട്ടതാണ്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ സ്വീറ്റ് കോൺ പൊളിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും തിരക്കായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ സ്വീറ്റ് കോൺ പൊളിച്ചെടുത്തു. അപ്പോൾ ഇതാണ് സ്വീറ്റ് കോൺ. കുറച്ച് സ്വീറ്റും ഉണ്ടാവും, കുറച്ച് വലിപ്പം കൂടുതലായിരിക്കും. നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ടുണ്ടാവും. ചെറിയൊരു ഗ്ലാസ്സിൽ തന്നെ സ്റ്റാർട്ടിങ് റേറ്റ് തന്നെ 20 റുപ്പീസ്, പിന്നെ 30 റുപ്പീസ്, 40 അങ്ങനെ പല റേറ്റിനുള്ളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്നും ചിലവില്ല. നമ്മൾ 1 kgക്ക് 35 റുപ്പീസിനൊക്കെ ഇത് കിട്ടും സൂപ്പർ മാർക്കറ്റിൽ. അപ്പോൾ ഞങ്ങൾ എപ്പോഴും വാങ്ങുന്ന ഒരു സംഭവമാണ് കേട്ടോ അത്. ഇങ്ങനെ കട്ട് ചെയ്ത ശേഷം കുക്കറിൽ വെച്ച് കൊടുത്തു. കുക്കറിലാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. നമ്മൾ സ്റ്റീം ചെയ്യുകയാണെങ്കിൽ ഇതിലേറെ ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഏകദേശം 3/4 ഭാഗം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ. ഇനി ഒരു 4 വിസിൽ കുക്കറിൽ അടുപ്പിച്ചെടുക്കുക. എപ്പോൾ വേണമെങ്കിലും, അതായത് ഏത് ഫുഡിൻ്റെ കൂടെ ആണെങ്കിലും മോർണിംഗ് ആണെങ്കിലും എപ്പം കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ ഇത്. പുറത്ത് ഷോപ്പിൽ പല ഫ്ലേവേഴ്സ് തരും, ചാറ്റ് മസാല, പെപ്പർ, ചില്ലി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇന്ന് പെപ്പർ സ്വീറ്റ് കോണാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതൊരു 4 വിസിൽ അടുപ്പിച്ചെടുക്കുക. ഇനി കുക്കർ ചൂടാറാൻ വേണ്ടി വെക്കുക. കുക്കറൊക്കെ ചൂടാറി അതൊന്ന് തുറന്ന് നോക്കിയപ്പോൾ അതാ നമ്മുടെ കമ്പൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം ഒന്ന് കളയാവുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓട്ടപാത്രത്തിൽ വെച്ചിട്ട് കുറച്ച് നേരം വെച്ച് കൊടുത്ത്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഈ സ്വീറ്റ് കോൺ. സാധാരണ സോഫ്റ്റുമാണ്, കടിക്കാനൊക്കെ ഈസിയാണ്. ഇനി ഇത് ചൂടാറിയ ശേഷം ഒരു കട്ടിംഗ് ബോർഡിൽ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് കോണിനെ മാത്രം വേറിട്ടെടുക്കുക ഒരു കത്തി ഉപയോഗിച്ചിട്ട്. ഇങ്ങനെ തനിയെ കഴിക്കാനാണെങ്കിൽ അങ്ങനെ കഴിക്കട്ടെ, ഇങ്ങനെ കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. നമുക്ക് കടിച്ച് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ ഇതിനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തു. ഇതിലേക്കാണ് ഇനി നമ്മുടെ മിക്സ് വരുന്നത്. പെപ്പർ ഫ്ലേവറാണ് കേട്ടോ പെപ്പർ ഫ്ലേവറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് സാൾട്ട്, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടേബിൾ സ്പൂൺ അൺസാൾട്ടഡ് ബട്ടർ റൂം ടെമ്പറേച്ചറിലായത്, 1/2 ടീസ്പൂൺ നാരങ്ങ നീര്, ഇത്രയും ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഈ പെപ്പർ ഫ്ലേവർ വേണ്ട എന്നുള്ളവർക്ക് പെപ്പർ ഒഴിവാക്കി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്ത് അങ്ങനെ പ്ലെയിനായിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാം. അല്ല ഇതിന് പകരമായിട്ട് ചാറ്റ് മസാല യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സാധാ ചില്ലി പൗഡർ യൂസ് ചെയ്ത് അങ്ങനെയും ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപോലെ ഉള്ള ഉണ്ടാക്കാം. സലാഡായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്വീറ്റ് കോൺ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. സൂപ്പറാണ്.